ആത്മീയ വളർച്ചയുടെ തൂണുകൾ. 1 തിമോഥെയോസ് 4:13 ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. ഒരു ദൈവ പൈതലിൻ്റെയും ശുശ്രൂഷകൻ്റെയും ജീവിതത്തിൽ വചനത്തിൻ്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ സൂചിപ്പിക്കുന്നു. അവ വായന, പ്രബോധനം, ഉപദേശം എന്നിവയാണ്. വായന ദൈവവചനവുമായി ആഴത്തിലുള്ള ബന്ധം നൽകുന്നു. വചന വായന എന്നത് വെറും വായനയല്ല, അത് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനുള്ള സമയമാകണം. ഇവിടെ വായന എന്നത് പൊതുവായ വായനയെക്കുറിച്ചും സൂചിപ്പിക്കുന്നു. അത് ജനത്തിന് വചനം കേൾക്കുവാനും മനസ്സിലാക്കുവാനും സഹായിക്കുന്നു. ഒരു സഭയുടെ ആത്മീയ ശക്തി വചനത്തിൽ അടിയുറച്ച് നിൽക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. പ്രബോധനം എന്നത് വായിച്ച വചനം മനസ്സിലാക്കി പ്രസംഗിക്കുക എന്നതാണ്. പ്രബോധനം വചനത്തെ ജീവിതത്തിൽ പ്രയോഗിക്കുവാൻ സഹായിക്കുന്നു. വചനം വായിച്ചും പ്രസംഗിച്ചും കഴിഞ്ഞാൽ ആ വചനപ്രകാരം ജീവിക്കേണ്ട വഴി കാണിക്കുന്നതാണ് ഉപദേശം. വായനയില്ലാത്ത സഭ വചനശക്തിയില്ലാത്ത സഭയാണ്. പ്രബോധനമില്ലാത്ത സഭ ഉണർവില്ലാത്ത സഭയാണ്. ഉപദേശമില്ലാത്ത സഭ ദിശയില്ലാത്ത സഭയാണ്.